എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നേ വരെ എന്റെ പേരൻസിനെ ഞാൻ കാണിച്ചിട്ടില്ല. ഇതാണ് എന്റെ പേരൻസ്. ആക്ച്വലി എന്റെ ഫാദർ മലയാളി അല്ല, നേപ്പാളിയാണ്. അധികം മലയാളം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പുള്ളിക്കാരനെ കാണുമ്പോഴത്തേക്ക് ഒരു മലയാളി ലുക്കാന്ന് എല്ലാവരും പറയില്ലേ. ഞാൻ പണ്ടത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ സൈഡിൽ കൊടുത്തേക്കാട്ടോ. ആക്ച്വലി ഇന്ന് എന്റെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. നല്ല പനിയായിട്ടൊരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് പുള്ളിക്കാരി കുറച്ച് ഉഷാറായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മടിയായിട്ടിരിക്കുമായിരുന്നു വീഡിയോയിൽ വരാനൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ എടുത്തു. ഇന്ന് ഇഫ്താറിന് എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിലെ കൊളീഗിന്റെ മക്കളാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ആഴ്ച അവധി വന്നപ്പോൾ നേരെ ഞാൻ അങ്ങ് ഫിക്സ് ആക്കി ഇങ്ങോട്ടേക്ക് പോകാമെന്ന്. ഇവളാണെങ്കിൽ എനിക്കെല്ലാം ഇങ്ങനെ കാണിച്ചു തരുവാണ്. എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബേഴ്സും കൂടെ ആണ് കേട്ടോ ഇവര്. പിന്നെ അവിടെ ഒരു കുഞ്ഞാവ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് കുറേ നേരം കളിച്ച് ഇഫ്താറിന് കുറേ അധികം ഫുഡ് ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല കേട്ടോ, ഇനിയും ഇതിന് മണ്ടിൽ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് മിക്കതും കഴിച്ചിട്ടില്ല. എൻ്റെ വയറ് അത്രയും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫാമിലി ആയിട്ടെല്ലാം കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരായിട്ട് കുറച്ച് നേരം കളിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാമിലിനെ അങ്ങനെ അധികം കാണിച്ചു തരുന്നൊന്നുമില്ല. അവിടെ ഒരു ഉമ്മയുണ്ട്. ഉമ്മയ്ക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. എപ്പോഴും എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും എടുക്കുക എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പിന്നെയും ഫുഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് വീട്ടിലേക്കും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവിടെ സ്പെഷ്യൽ മൊമോസ് ആയിരുന്നു. പിന്നെ അതും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി. ഗോൾഡും അതുമെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. നല്ല അധികം റേറ്റാണ് ഗോൾഡിന്. പിന്നെ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ പോയ സമയത്താണ് ഞാൻ ഇത് കണ്ടത്, നമ്മുടെ വാഴയില. അതിന് 11 ദിറംസാണ് ഗൈസ് ഇവിടെ. അതായത് ഈ വാഴയിലേക്ക് നാട്ടിലെ അറൗണ്ട് 300 രൂപയാണെന്ന് തോന്നുന്നു. എന്താല്ലേ, നാട്ടിൽ ഇഷ്ടം പോലെ വെറുതെ കിട്ടുന്ന സാധനം ഇവിടെ ഇത്ര രൂപയ്ക്കല്ല കൊടുക്കുക. പിന്നെ അത്രേ ഉള്ളൂ. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബൈ.